ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഓട്ടോ പാർക്കിംഗുമായി ബന്ധപ്പെട്ട നെയ്താരാവശ്യം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ച നഗരസഭയിൽ വെച്ച് ചെയർപേഴ്സൺ ഡോക്ടർ കെ.വി. ഫിലോമിന ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തി. നഗരസഭാ സെക്രട്ടറി ടി.വി. നാരായണൻ, ശ്രീകണ്ഠപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിജു, യൂണിയൻ നേതാക്കന്മാരായ പ്രകാശൻ, ശശിധരൻ, റഷീദ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചർച്ചയിൽ എല്ലാ ഓട്ടോറിക്ഷയ്ക്കും മുൻഗണനാക്രമത്തിൽ നമ്പറുകൾ നൽകുവാനും ഓട്ടോറിക്ഷക്കാർക്ക് ID കാർഡുകൾ നൽകുവാനും സ്റ്റാൻഡിലുള്ള ഓട്ടോയുടെ എണ്ണം നോക്കി പോലീസിന്റെ മേൽനോട്ടത്തിൽ സ്ഥലപരിശോധന നടത്തി സ്ഥലം വീതിച്ചു നൽകുവാനും തീരുമാനമായി. ഇത് നവംബർ 1 സമയബന്ധിതമായി പൂർത്തിയാക്കുവാനും നിർദ്ദേശം നൽകി. നെയ്താരാവശ്യം നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമുണ്ടായിരുന്നു. ഓട്ടോറിക്ഷകൾക്കും മറ്റു വാഹനങ്ങൾക്കും അവർക്ക് പാർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. നമ്മൾ നഗരസഭ ഭരണസമിതി ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിച്ചത് ഓട്ടോറിക്ഷക്കാരുടെ പാർക്കിംഗ് സംബന്ധിച്ചായിരുന്നു. അപ്പോൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി ഓട്ടോറിക്ഷക്കാർക്ക് കൃത്യമായ പാർക്കിംഗ് നമ്മൾ ഓരോ സ്ഥലത്തും കുറേ പേര് മക്കാമിൻ്റെ അവിടെയുണ്ട്, കുറേ പേര് അങ്ങ് പണ്ട് അശോക തിയേറ്റർ ഇരുന്നിടത്തുണ്ട്, പിന്നെ വേറെ കുറേ പേര് പാലത്തിനപ്പുറത്തുണ്ട്, വേറെ കുറേ പേര് ടൗണിലുണ്ട്, പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടാണ് പാർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഓട്ടോ തൊഴിലാളി യൂണിയൻ്റെ ബഹുമാനായിട്ടുള്ള സഹോദരന്മാർക്ക് അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷകൾക്ക് കാർഡ് കിട്ടുക, കാർഡ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ മുമ്പ് പഞ്ചായത്ത് തല സമയത്തൊക്കെ ഓട്ടോറിക്ഷയുടെ കാർഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് ആളുകൾ അതിനകത്ത് നിന്ന് വിട്ടൊഴിഞ്ഞു പോവുകയും അത് നടപ്പിലാകാതിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തു. ഇന്ന് രാവിലെ നമ്മുടെ നഗരസഭയിൽ വെച്ച് ആ കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്തു. നമ്മുടെ ശ്രീകണ്ഠപുരത്തെ സബ് ഇൻസ്പെക്ടർ ശ്രീ ഷിജു ഉണ്ടായിരുന്നു, നമ്മുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു, മറ്റ് യൂണിയൻ്റെ എല്ലാ യൂണിയൻ്റെ ഭാരവാഹികളുണ്ടായിരുന്നു. അതുപ്രകാരം നമ്മൾ 1.5 വർഷം മുമ്പ് തുടങ്ങി വെച്ച ആ ഒരു കാര്യം ഓട്ടോറിക്ഷക്കാർക്ക് കാർഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരിൽ നിന്നും ഓരോ ടൗണുകളിൽ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീകണ്ഠപുരം ടൗണിൽ തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കാൻ നമ്മൾ തീരുമാനിച്ചു. എല്ലാ ഓട്ടോറിക്ഷക്കാരും ഏതാണ്ട് 136 ഓട്ടോറിക്ഷകളുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് കാർഡ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്നത്. നേരത്തെ MVI മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടായിരുന്നു, ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമുക്കറിയാം ഓട്ടോകൾക്ക് കാർഡ് കിട്ടുന്നതിനോട് ഒരു ക്രമം വരും. എല്ലാവർക്കും പണി കിട്ടാനും പിന്നെ തുല്യമായി പണി കിട്ടുന്നതിനും അവർക്കൊരു ക്രമം ഉണ്ടാകുന്നതിനും തീർച്ചയായിട്ടും ഈ സിസ്റ്റം സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഒക്ടോബർ 1 അപേക്ഷകളൊക്കെ പരിശോധിച്ച് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യാൻ പിന്നെ 15 നമ്മൾ ഓട്ടോറിക്ഷകൾക്ക് കാർഡ് കൊടുത്തുകൊണ്ട് സംവിധാനം നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് പിന്നെ ആളുകൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നത് പാർക്കിങ്ങിന് ചെറിയൊരു ആവശ്യത്തിന് വരുന്നവർക്ക് പോലും കുറേ പിന്നെ ഫൈൻ അടിക്കുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ആ കാര്യവും നമ്മുടെ സബ് ഇൻസ്പെക്ടറുമായിട്ടൊക്കെ സംസാരിച്ചു. ചിലർ ഇങ്ങനെ വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് പോകുന്നവരുണ്ട്. പക്ഷേ ചിലർ തലശ്ശേരിക്കൊക്കെ പോകാൻ വേണ്ടി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അതൊന്നും ആ സിസ്റ്റം ഒന്നും ശരിയല്ല. പ്രൈവറ്റ് വാഹനങ്ങൾ ഇത്രയും മനോഹരമായിട്ടുണ്ടാക്കിയ ടൈൽ വർക്കും ഹാൻഡ് റെയിലിംഗും ഒക്കെ വെച്ച് പൂച്ചട്ടികളൊക്കെ വെച്ച് മനോഹരമാക്കിയ ഒരു ടൗണിനെ ഏറ്റവും സൗന്ദര്യവത്തായിട്ട് മനോഹരമായിട്ട് നിർത്തേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്. എന്നിരിക്കെ റോഡുകളിൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം അത് തീർച്ചയായിട്ടും പേ പാർക്കിങ്ങിലേക്ക് നഗരസഭയ്ക്ക് സ്വന്തമായി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പേ പാർക്കിംഗ് ഉണ്ട്. നമ്മുടെ ആ ഒരു പിന്നെ കളർ പ്ലസിനൊക്കെ ബാക്കിലായിട്ട് ഉള്ള പേ പാർക്കിംഗ് ഉണ്ട്. അതേപോലെ 2 വീലറിനൊക്കെ വെക്കാൻ പാകത്തിന് ഇപ്പം നമ്മൾ ഇവിടെ പള്ളി കമ്മിറ്റിയുടെ വക സ്ഥലമുണ്ട്, അവിടെ പേ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വയ്ക്കാം. അപ്പോൾ അതിനോട് കുറച്ചുകൂടി വ്യാപകമായിട്ടൊരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അധികം താമസിയാതെ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി, വ്യാപാര സമിതിയുടെയും നേതാക്കന്മാർ, അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് PWD പിന്നെ ഉദ്യോഗസ്ഥർ, കൂടാതെ നമ്മുടെ കൂടുതലായിട്ടുള്ള ജനകീയമായ സംഘടനകളുടെ സാമൂഹിക സംഘടനകളുടെ നേതാക്കന്മാർ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ വിപുലമായ യോഗം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുവഴി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്.